ഹായ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി ബർ. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ വളരെ രുചികരമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ സേമിയയും കൊണ്ട് ഒരു അടിപൊളി പുലാവുമാണ് തയ്യാറാക്കാൻ പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സേമിയ പുലാവാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ വേഗം തന്നെ നമ്മുടെ ഈ ഒരു അടിപൊളി സേമിയ പുലാവിൻ്റെ റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു പുലാവ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കടായിൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഒരു ചെറിയ പട്ട, ഒരു ഏലക്കായ, 3 ഗ്രാമ്പും കൂടെ ചേർക്കാം. ഈ വക ചെറുതായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഒരു കുഞ്ഞ് ബേ ലീവ്സ് ഇതുപോലെ ജസ്റ്റ് നുറുക്കിയിട്ട് നമുക്ക് അതിലോട്ട് ചേർക്കാം. ഈ വക ചെറുതായിട്ടൊന്ന് വഴട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വഴട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കിതിലോട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം കേട്ടോ. ഏകദേശം ഒരു ഹാഫ് കുക്ക്ഡ് ആയാൽ മതി. അത്രയും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. സവോള ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ക്യാബേജ്, ക്യാരറ്റ്, ബീൻസ് ഈ വക എല്ലാം ഈ ഒരു രീതിയിലാണ് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടത് വഴട്ടി കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു 80% മാത്രം ഇത് ജസ്റ്റ് ഒന്ന് കുക്കായാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഈ ഒരു പച്ചക്കറിക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ഹാഫ് കുക്ക്ഡ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസ് ഒന്ന് ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് സേമിയ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന റോസ്റ്റഡ് ആയിട്ടുള്ള സേമിയ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് ഇല്ലെങ്കിൽ ആദ്യമേ ജസ്റ്റ് റോസ്റ്റ് ചെയ്തൊന്ന് വെച്ചോളൂ കേട്ടോ. ഞാൻ റോസ്റ്റഡ് ആയതുകൊണ്ട് ഡയറക്റ്റ്ലി ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഇത് ഒരു 3 കപ്പ് സേമിയ ഉണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ കൂടെ ഞാൻ ഈ ഒരു സേമിയ ആഡ് ചെയ്യുന്നുണ്ട്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി ആഡ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ ആഡ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 2.5 ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കാം. നല്ല ചൂട് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ചൂടുവെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 5 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, നമ്മുടെ സേമിയ ഇവിടെ നല്ല ജ്യൂസി ഫോമിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് തന്നെ നമുക്ക് ആ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. സേമിയ ഏകദേശം ലിഡിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലിഡ് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ കുക്ക് ചെയ്യാം. അതിനുശേഷം ഒരു ടീസ്പൂണോളം നമ്മുടെ സോയാ സോസും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ സോയാ സോസും എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വന്നതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് ഒന്ന് സെർവ് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ വേയിൽ തയ്യാറാക്കാൻ പറ്റിയ സേമിയ പുലാവ് ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നമുക്ക് കുട്ടികൾക്കൊക്കെ നൂഡിൽസ് തയ്യാറാക്കുന്ന പകരം നമുക്ക് ഈ ഒരു സേമിയ പുലാവ് തയ്യാറാക്കി കൊടുക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സേമിയ പുലാവ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെയാ കൂട്ടുകാരെ, റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സപ്പോർട്ടും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്ന വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.